A+2 സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വരുമാന സർട്ടിഫിക്കറ്റ് അഥവാ ഇൻകം സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളായി ചെയ്തിരുന്നത്. ഈ എപ്പിസോഡുകളുടെ ഭാഗമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, ഇത് ഒരു 3-4 എപ്പിസോഡുകളെങ്കിലും വേണ്ടി വരും. കാരണം വളരെ വിശദമായി തന്നെ നിങ്ങൾക്കൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു എപ്പിസോഡുകളായതുകൊണ്ട് ഇന്നും അത് സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വരുമാന സർട്ടിഫിക്കറ്റിന് സാലറി എംപ്ലോയീസിൻ്റെ ആണെങ്കിൽ അവരുടെ വരുമാനം എങ്ങനെ കണക്കാക്കും തുടങ്ങി ഓരോ വിഭാഗങ്ങളുടെയും വരുമാനം എങ്ങനെയാണ് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസർ കണക്കാക്കുന്നു അല്ലെങ്കിൽ തഹസിൽദാർ കണക്കാക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചാണ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അത് കാണാത്ത ആളുകൾ അത് കാണുക. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. ഓരോ വിഭാഗത്തിൻ്റെയും വരുമാനം കണക്കാക്കുന്ന രീതിയാണ്. ഇന്ന് നമ്മുടെ വസ്തുവകകളിൽ നിന്നുള്ള വരുമാനം എങ്ങനെ കണക്കാക്കും, ഇതും വരുമാനം കണക്കാക്കുന്ന ഭാഗമാണ് കേട്ടോ. ഒരു ശമ്പളക്കാരൻ്റെ വരുമാനം മാത്രമല്ല വരുമാന സർട്ടിഫിക്കറ്റിന് ആധാരമാക്കുന്നത്. അവരുടെ വസ്തുവകകളിൽ നിന്നും അവർക്ക് വരുമാനം കിട്ടുമെങ്കിൽ, ഇല്ലെങ്കിൽ ശമ്പളമോ തൊഴിലോ ഒന്നുമില്ലാത്ത ആളുകൾ അവരുടെ മക്കളുടെയോ മറ്റോ ആവശ്യത്തിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റിന് പോകുമ്പോൾ, ഇല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതിൻ്റെ ആവശ്യത്തിന് വരുമാന സർട്ടിഫിക്കറ്റിന് പോകുമ്പോൾ അവരുടെ വസ്തുവകകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ് കണക്കാക്കുക, ഇതറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. അതാണ് ഇന്ന് ആദ്യം പറയുന്നത്. പിന്നീട് വാടക പറയുന്നുണ്ട്, അതേപോലെ ദിവസക്കൂലിക്കാരുടെ കാര്യം പറയുന്നുണ്ട്, പ്രൊഫഷണൽസിൻ്റെ വരുമാനം പറയുന്നുണ്ട്, ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സിൻ്റെ വരുമാനം എങ്ങനെ കണക്കാക്കും, അതൊക്കെ വരുന്നുണ്ട്. ഈ എപ്പിസോഡിൽ തന്നെ അത് പറയുകയാണ്. അതിൽ ആദ്യം നമുക്ക് വസ്തുവകയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തിയാണ് പ്രധാനമായും അവിടെ നിന്ന് വരുമാനമായും ഉണ്ടാകുന്നത്. നമ്മൾ തെങ്ങ് കൃഷിയായാലും വയലിൽ പിന്നെ നെൽവയൽ കൃഷിയായാലും വാഴക്കൃഷിയായാലും ഏത് തരത്തിലുള്ള കൃഷിയെയും അതിൽ നിന്നും നമുക്ക് ആദായം കിട്ടുമെങ്കിൽ, ആ വിളകളിൽ നിന്ന് ആദായം കിട്ടുമെങ്കിൽ അത് വരുമാനമായി കണക്കാക്കും. അതെങ്ങനെയാണ് അത് കണക്കാക്കുന്നത്? കാർഷിക വിള അല്ലെങ്കിൽ ഈ ദേഹണ്ഡങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അതിനു വേണ്ടി ചെയ്യുന്ന പ്രയത്നങ്ങൾ, അതിൻ്റെ വരുമാനമാണല്ലോ നമുക്ക് കാർഷിക വിളകളിൽ നിന്ന് കിട്ടുന്നത്. അതിൻ്റെ മൂല്യം നാട്ടു നടപ്പ് അയലാചാരപ്രകാരം തിട്ടപ്പെടുത്തി ചെലവ് തുക കഴിച്ച് ബാക്കി വരുമാനമായി കണക്കാക്കും. ബാക്കി നിങ്ങൾ ഊഹിച്ചോളണം. അതിൻ്റെ വരുമാനം ഏകദേശം ഒരു ധാരണയിൽ എത്തും എന്നുള്ളതാണ്. അയലാചാരപ്രകാരം എന്ന് പറഞ്ഞാൽ മറ്റ് തരത്തിൽ അവിടുത്തെ കാർഷിക വിളകൾ കണക്കാക്കുന്നതിൻ്റെ ഒരു രീതിയാണ് അത് പറയുന്നത്. ആ രീതി അതിന് ഏകദേശം മാർക്കറ്റ് റേറ്റ് എത്രയുണ്ട്, അതനുസരിച്ച് ഇതിന് വില കിട്ടുമോ, എത്ര പിന്നെ വിള അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ വാഴ കൃഷിയാണെങ്കിൽ എത്ര വാഴകളുണ്ട്, അതിൽ നിന്നും എത്ര കുല കിട്ടും, അത് ഏതെല്ലാം തരത്തിലുള്ള കുലകളാണ്, ആ വാഴക്കുലകളിൽ നിന്നും പൊതുവേ മാർക്കറ്റിൽ ഇപ്പോൾ എന്ത് വിലയുണ്ട് എന്ന് ഏകദേശം ഒരു ധാരണ എടുക്കും എന്ന് മാത്രം കരുതിയാൽ മതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കൃഷിക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന തുക കഴിച്ച് ബാക്കി നമ്മുടെ വരുമാനമായി തിട്ടപ്പെടുത്തും. അടുത്ത വാടക നോക്കാം. നമുക്ക് വാടകയ്ക്ക് വീടുകൾ കൊടുത്തില്ലെങ്കിൽ കെട്ടിടങ്ങൾ കൊടുത്ത് ധാരാളം പേര് കാശ് വാങ്ങുന്നുണ്ട്. ആ വാടക നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റിന്, ഇൻകം സർട്ടിഫിക്കറ്റിന് കണക്കാക്കും. അതെങ്ങനെയാണ്? ഈ വീടുകൾ മാത്രമല്ല കേട്ടോ, ചിലരുടെ ധാരണ അങ്ങനെയുണ്ട്, വീടുകളുടെ മാത്രം വരുമാനമേ ഉള്ളൂ. വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വീടുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം വീടുകൾ മാത്രമല്ല, വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ, വാടകയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സിക്ക് ഓടിച്ച് കിട്ടുന്ന വരുമാനമില്ലേ, അതൊക്കെ തന്നെയാണ്. കെട്ടിടം, വെഹിക്കിള്, അതേപോലെ യന്ത്രങ്ങൾ, എന്തെങ്കിലും മെഷീനറി യന്ത്രങ്ങൾ ഏതെങ്കിലും നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്ത് യഥാർത്ഥ വരുമാനത്തിൽ നിന്നും അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ്, വാർഷിക ചിലവ് ഒഴിവാക്കി, അതുപോലെ സംരക്ഷണ ചെലവ് ഒഴിവാക്കി ബാക്കി നമ്മുടെ വരുമാനമായി കണക്കാക്കും. അപ്പോൾ വാടക എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്മുടെ ആക്ച്വലായി നമുക്ക് കിട്ടുന്ന വാടക, അത് കെട്ടിടത്തിൻ്റെ ആയാലും വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന വരുമാനമായാലും യന്ത്രങ്ങളോ ഉപകരണങ്ങളോ നമ്മൾക്ക് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന വരുമാനമാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ വരുമാനം കണക്കിലെടുത്തിട്ട് ആനുവൽ മെയിൻ്റനൻസും അതിൻ്റെ സംരക്ഷണ ചെലവും കഴിച്ച് ബാക്കിയുള്ളതാണ് തിട്ടപ്പെടുത്തുക എന്നുള്ളത്.
വാടക ഉടമ്പടി ഉണ്ടെങ്കിൽ അത് വളരെ സൗകര്യപ്രദമായിരിക്കും. അത് വെച്ചിട്ട് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ അതിൻ്റെ മൂല്യം നിശ്ചയിക്കും, വരുമാനം നിശ്ചയിക്കും. മൂല്യമല്ല, വരുമാനം നിശ്ചയിക്കും. ആ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റിൽ ആ വരുമാനം ചേർത്ത് തരികയും ചെയ്യും. ദിവസക്കൂലിക്കാരുടെ കാര്യത്തിലോ അതിന് സ്വാഭാവികമായും ഒരു ലോക്കൽ എൻക്വയറി നടത്തണം എന്നുള്ളതാണ്. ഒരു പ്രാദേശിക അന്വേഷണം നടത്തിയതിന് ശേഷം വരുമാനം എത്ര കിട്ടും എന്ന് ഏതാണ്ടൊരു ധാരണ വരുത്തും. ഇല്ലെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ, നമ്മളൊരു സ്വയം സാക്ഷ്യപ്പെടുത്തി ഒരു സർട്ടിഫിക്കറ്റ് നൽകും. എനിക്ക് ദിവസക്കൂലി ഇനത്തിൽ ഇത്ര കിട്ടുന്നു, അത് ഒരു വർഷം ഇത്രയാണ് എൻ്റെ വരുമാനം എന്ന് പറഞ്ഞ് നമ്മളൊരു സെൽഫ് ഡിക്ലറേഷൻ നമ്മൾ കൊടുത്താൽ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ്, അതിനൊരു ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റ് പ്രകാരം അത് വില്ലേജ് ഓഫീസിൽ ലഭിക്കും. അത് പ്രകാരം നമ്മൾ എഴുതി കൊടുത്താലും നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. സാധാരണയിൽ ദിവസക്കൂലിക്കാരുടെ കണക്കാക്കുന്നതിന് മറ്റൊരു മാനദണ്ഡം കൂടി സർക്കാർ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഈ അൺസ്കിൽഡ് ലേബേഴ്സിന് 100 തൊഴിൽ ദിനങ്ങളിൽ കിട്ടുന്ന കൂലിയിൽ കുറഞ്ഞ തുക വരുമാനമായി കണക്കാക്കില്ല എന്നുള്ളതാണ്. ഏകദേശം 100 ദിനം എത്ര കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ധാരണ വെച്ചിട്ടായിരിക്കണം ദിവസക്കൂലിക്കാരുടേത് കണക്കാക്കാൻ. 100 ദിവസത്തെ കിട്ടുന്ന കൂലിയേക്കാളും കുറഞ്ഞ തുക കൂട്ടരുത്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു ദിവസം എത്ര വരുമാനമാണോ നൽകുന്നത് അത്രയെങ്കിലും ഒരു ദിവസ കൂലിക്കാരനായ ഒരാളിന് കിട്ടും എന്നുള്ളതാണ് സർക്കാർ കണക്കാക്കിയിട്ടുള്ളത്. അത് പ്രകാരം വില്ലേജ് ഓഫീസർ വരുമാനം കണക്കാക്കുകയും ചെയ്യും. ഇനി ഓണറേറിയം വാങ്ങുന്ന ആളുകളുണ്ട്. അവർ ആരാണെന്നറിയാമോ? ഓണറേറിയം വാങ്ങുന്നത് സോഷ്യൽ സർവീസ്, സാമൂഹ്യ സേവനം നടത്തുന്ന ആളുകൾക്കൊക്കെ മിക്കവാറും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഓണറേറിയം നൽകാറുണ്ട്. വിവിധ സേവനങ്ങൾക്കുള്ള ഒരു പ്രതിഫലം. അത് 6 മാസത്തിൽ കൂടുതലായി ഒരാളിന് കിട്ടുകയാണെങ്കിൽ അത് കണക്കാക്കും എന്നുള്ളതാണ്. അതും ഒരു ഡിക്ലറേഷൻ്റെ ഭാഗമായി നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. സാക്ഷ്യപ്പെടുത്തി നൽകണം എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ മറ്റൊന്ന്, ഈ ജനപ്രതിനിധികൾ, അത് ഞാൻ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞു, ജനപ്രതിനിധികളായ ആളുകളുടെ വരുമാനവും ഈ വരുമാന സർട്ടിഫിക്കറ്റിനായി കണക്കിലെടുക്കും എന്നുള്ളതാണ്. ഇനി നോക്കാം, നമുക്ക് ഈ പ്രൈവറ്റ് എംപ്ലോയീസ് ഉണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഗവൺമെൻറ് സാലറീഡ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സർക്കാർ വേതനം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ, പെൻഷനേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ മറ്റൊരു വിഭാഗം ഉണ്ട്, പ്രൈവറ്റ് എംപ്ലോയീസ്, പ്രൊഫഷണൽ എംപ്ലോയീസ്. ഇവരുടെയൊക്കെ വരുമാനം അവരുടെ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും കണക്കാക്കുക. ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ പറയും. ആ റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ കണക്കാക്കും. അങ്ങനെയൊന്നും കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഡിക്ലറേഷൻ കൊടുക്കാൻ പറയും. ഒരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് അത് വെച്ചിട്ട് കൊടുക്കും. ആവശ്യമാണെങ്കിൽ എൻക്വയറി നടത്താം. സാധാരണ രീതിയിൽ അതിന് പോകുന്നത് വളരെ ദുർലഭമാണ്. വലിയ സംശയങ്ങൾ ഉള്ളതിൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യൂ. അതിനൊക്കെയോ സമയം കിട്ടുള്ളൂ വില്ലേജ് ഓഫീസർക്ക്. അതാണ് ഒരു പരമാർത്ഥം. അടുത്ത വിഭാഗത്തിന് നോക്കാം. അഡ്വക്കേറ്റ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, അതേപോലെ കോൺട്രാക്ടറുണ്ട്. ഇവർക്കൊക്കെയോ ഇവരുടെ എല്ലാം തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഹാജരാക്കാൻ പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ കണക്കാക്കും. അങ്ങനെയൊന്നും ഇൻകം ടാക്സ് ഒന്നും കൊടുക്കാത്ത ആളുകൾ ഈ വിഭാഗത്തിൽ സാധാരണ വരില്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ വാങ്ങിയും അവർ പറയുന്നു എനിക്ക് ഇത്രയാണ് എൻ്റെ വരുമാനം എന്ന് അവർ ഡിക്ലെയർ ചെയ്യുന്നു, അവർ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലും ഇൻകം സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. ഇനി മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സാധാരണ രീതിയിൽ ഇത് കൊടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. റിട്ടയേർഡ് എംപ്ലോയീസ്, അതായത് പെൻഷനേഴ്സ് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. അവരുടെ ടെർമിനൽ സറണ്ടർ, DCRG അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഈ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, അതിൻ്റെ പ്രവേശന പരീക്ഷയ്ക്കായാലും അഡ്മിഷനായാലും നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ടെർമിനൽ സറണ്ടറോ DCRGയോ ആ വരുമാനങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നതല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. മറ്റൊരു വിഭാഗം കൂടിയുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, അതേപോലെ കലാകാരന്മാരുണ്ട്. അവരുടെ വരുമാനത്തെ കണക്കാക്കും എന്ന് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിവരമാണ് പറയുന്നത്. അവർക്ക് പ്രായമായ മക്കളുടെ വരുമാനവും ഫാമിലി പെൻഷനും ഒഴികെയുള്ള മറ്റെല്ലാവരുടെയും വരുമാനം
ഫാമിലി പെൻഷൻ കിട്ടുന്നവരുണ്ടെങ്കിൽ അവരുടെ വരുമാനം ഒഴികെ, പ്രായമായ മക്കളുണ്ടെങ്കിൽ അവരുടെ വരുമാനം ഒഴികെ മറ്റെല്ലാ വരുമാനങ്ങളും ഇതിൽ കണക്കാക്കും. ഈ 2 വരുമാനങ്ങളും ഒഴിവാക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ആളുകൾ, ഈ സാഹിത്യകാരന്മാരും കലാകാരന്മാരുമൊക്കെ എല്ലാ വർഷവും ഇത് കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ഹാജരാക്കിയാലേ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവശരായ കലാകാരന്മാർക്ക് എല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പെൻഷൻ സ്കീമുണ്ട്. അത് നൽകുന്നതും ഇവർ ഓരോ വർഷവും നൽകുന്ന സർട്ടിഫിക്കറ്റുകളുടെ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം തന്നെ നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ അത് 1 വർഷം വരെ നമുക്കതിന് സാധുതയുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടി വിശദമായി ഞാൻ പറയാം. ചില ചോദ്യങ്ങൾ ചില ആളുകൾ മുമ്പ് ചോദിച്ചിരുന്നു, ചില സബ്സ്ക്രൈബേഴ്സ്, അതുകൂടെ ചേർത്ത് ഞാൻ പറയാം. അപ്പോൾ ഇനി ഒരു എപ്പിസോഡോ ഇല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എപ്പിസോഡോ ചിലപ്പം ഉണ്ടാകാം. അതിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയാം. എന്തായാലും ഒരു എപ്പിസോഡ് തീർച്ചയാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായി ഉയരാവുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം വിവരങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.